ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. സോ അതിൻ്റേതായ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോയ ഒരു വീഡിയോ ആണ് ടു ഡൽഹി ആൻഡ് മണാലി. സോ ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. ഡിസംബർ 11-നാണ് ഞങ്ങൾ പോയത്. സോ എൻ്റെ ക്ലാസ്മേറ്റ് ഫെബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ ഫെബിന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ട്രെയിനിൽ വെച്ച് പ്ലാൻ ചെയ്ത്. അവൻ ഉറങ്ങുമായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എണീപ്പിച്ചു. അവനാകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്തുവാ ഇത്, എല്ലാവരും കൂടെ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ടപ്പോൾ എല്ലാവരും കൂടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവൻ ആകെ സർപ്രൈസ്ഡായി. എന്നിട്ട് പിന്നെ അവനെ താഴെ ഇറക്കി കേക്കൊക്കെ കട്ട് ചെയ്യിച്ചു. എന്നിട്ട് എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്തു. ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് പേർക്കും കൊടുത്തു. അങ്ങനെ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഫെബിൻ. ഓക്കെ, അവൻ നാണം കൊണ്ട് പോയിട്ടിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. കുറച്ച് നേരം ഫെബിൻ ആൻഡ് തൽഹത്ത്, സോന, ഇത് ഞങ്ങളുടെ കൂടെ വന്ന ബിജീബ്, അഞ്ജന, എബിൻ ആൻഡ് ഇത് സിറൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു നോക്കിയിരുന്നു. അവൻ എന്നോട് വ്ളോഗ് എടുക്കാനാണ് പറയുന്നത് തലത്ത്. അഞ്ജന എബിന് വന്നിട്ടൊരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. വ്ളോഗിൽ വന്ന് വരും. ഓക്കെടാ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ പലരുടെയും കഴിവ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഞ്ജനയുടെ കഴിവ് നേരത്തെ അറിയാം. അഞ്ജന നന്നായിട്ട് പാട്ട് പാടുമെന്ന്. പക്ഷേ മിസ്സ് നന്നായിട്ട് പാട്ട് പാടുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. കാരണം മിസ്സ് നമ്മളെ പഠിപ്പിക്കുന്നില്ല. എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ മിസ്സാണ്. ആൻഡ് മിസ്സ് നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അസാധ്യ ഗായികയാണ് മിസ്സ്. സോനയും നന്നായിട്ട് പാടുന്നുണ്ട്. സോനയ്ക്ക് എല്ലാ പാട്ടിൻ്റെ ലിറിക്സ് കാര്യങ്ങളൊക്കെ അറിയാം. അവളിങ്ങനെ പറയുന്ന പോലെ ലിറിക്സ് പറയും, അല്ലാണ്ട് പാടുന്നില്ല അവൾ. അങ്ങനെ മിസ്സ് നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ കല്യാണം, പാട്ടിൽ ചോക്ലേറ്റ് പോലെയുള്ള മാറ്റുമെന്നു ഞാൻ കാറ്റ് കയറ്റി വെച്ചതെങ്കിലും സൂര്യ കൊണ്ട് കുത്തിനൂലും വെട്ടിയിട്ട പാട്ടാണ്. പറക്കും തളിക, മനുഷ്യനെ കറക്കും തളിക. കഴിവുള്ള ഒരാളുണ്ടായി കുഴപ്പമില്ല. വെള്ളിപ്പുതങ്ങൾ കണ്ണിൽ കണ്ണിൽ നാളിച്ചെത്തി നക്ഷത്ര പക്ഷി മെല്ലെ 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 ഒരു ഇന്നു ഞാനെന്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരി ചെറുമുല്ല നട്ടു. കണ്ണീരി നനച്ചു കിടാവിന്റെ പൊണ്ടൂവൽ കൊണ്ടു പന്തലിട്ടു.
മിണ്ടാതെത്തിയ കാറ്റിന്റെ കൗതുകം. പാടിപ്പാടിയാ പോവാലോ. പാടി പോട്ടെ. കണ്ടാ ഞാൻ എൻ്റെ നാട്. ആ, മതി. മലയാളം പാട്ട്. മലയാള പാട്ടേ ഉള്ളൂ. ഇംഗ്ലീഷ് വല്ലതും ഉണ്ടായിരുന്നില്ലേ ഞാൻ അടുത്ത കെവിനോ കെവിന് പാട്ട് പിടിക്കും. ഞങ്ങളെല്ലാരും പാടുന്നുണ്ട്. വെള്ളം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ ജേണി അന്താക്ഷരി കളിച്ചും ദംഷറാട്സ് കളിച്ചും ചീട്ട് കളിച്ചും യൂണോ കളിച്ചും ഒക്കെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഒന്നും വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ആകെ ഈ അന്താക്ഷരിയുടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് പാട്ട് പാടേണ്ടി വന്നില്ല. അതുകൊണ്ട് എല്ലാം അഞ്ജന പാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ. അങ്ങനെ 11-ാം തീയതി ട്രെയിൻ കയറിയ ഞങ്ങൾ 13-ാം തീയതി ഡൽഹിയിൽ എത്തി. ആൻഡ് ഡൽഹിയിൽ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്.